നമസ്കാരം. എല്ലാ പ്രിയ +1 തുല്യതാ പഠിതാക്കളെയും ഹിസ്റ്ററി പരീക്ഷയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2026 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +1 തുല്യതാ ഹിസ്റ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒന്നാമത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട 12 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഒന്നാമത്തെ പാഠത്തിലെ ആദിമ സംസ്കാരം, ഒന്നാമത്തെ പാഠത്തിലെ ഹിസ്റ്ററി +1 തുല്യതാ ഹിസ്റ്ററി ഒന്നാമത്തെ പാഠം ആദ്യകാല സമൂഹങ്ങൾ എന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്യുന്നു. ഇതിലെ 12 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട 12 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ. അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലെ സ്വാഗതം ചെയ്യട്ടെ. ആദ്യ ചോദ്യം, മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. മെസപ്പൊട്ടേമിയൻ സംസ്കാരം വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ പാഠത്തിലെ. മെസപ്പൊട്ടേമിയൻ സംസ്കാരം, അതിനെക്കുറിച്ചൊരു 10-20 സെൻറ്റൻസ് പഠിക്കാനുള്ളത്. നമ്മൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മെസപ്പൊട്ടേമിയ. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മെസപ്പൊട്ടേമിയ. ലോകത്ത് ആദ്യമായി നഗരജീവിതം ആരംഭിച്ചത് മെസപ്പൊട്ടേമിയയിലാണ്. ലോകത്ത് ആദ്യമായി നഗരജീവിതം, സിറ്റി ലൈഫ്, നഗരജീവിതം ആരംഭിച്ചത് മെസപ്പൊട്ടേമിയയിലാണ്. ഉറുക്ക്, മാരി എന്നിവ മെസപ്പൊട്ടേമിയയിലെ പ്രധാന നഗരങ്ങളുടെ പേരാണ്. ഉറുക്ക്, മാരി തുടങ്ങിയവ മെസപ്പൊട്ടേമിയയിലെ പ്രധാന നഗരങ്ങളാണ്. മെസപ്പൊട്ടേമിയയിലെ പ്രധാനമായിട്ട് വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. മെസപ്പൊട്ടേമിയയിലെ ജനങ്ങൾ പ്രധാനമായും വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ചെമ്പിൻ്റെയും വെളുത്തീയത്തിൻ്റെയും മിശ്രിതമാണ് ഈ വെങ്കലം. അതുകൊണ്ടാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കുന്നത്. മെസപ്പൊട്ടേമിയക്കാരിലെ ജനങ്ങൾ കൂടുതലായിട്ടും വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് ഉപയോഗിച്ചത്. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യ ടോപ്പിക്ക്, ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. മെസോപ്പൊട്ടേമിയൻ സംസ്കാരം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മെസപ്പൊട്ടേമിയ. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മെസപ്പൊട്ടേമിയ. ലോകത്ത് നഗരജീവിതം ആരംഭിച്ചത് മെസപ്പൊട്ടേമിയയിലാണ്. ലോകത്ത് നഗരജീവിതം ആരംഭിച്ചത് മെസപ്പൊട്ടേമിയയിലാണ്. ഉറുക്ക്, മാരി തുടങ്ങിയവ മെസപ്പൊട്ടേമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു. ഉറുക്ക്, മാരി മെസപ്പൊട്ടേമിയയിലെ പ്രധാന നഗരങ്ങളുടെ പേരാണ്. ഉറുക്ക്, മാരി മെസപ്പൊട്ടേമിയയിലെ പ്രധാന നഗരങ്ങളുടെ പേരാണ് ഉറുക്ക്, മാരി. പിന്നെ മെസപ്പൊട്ടേമിയയിലെ ജനങ്ങൾ കൂടുതലായിട്ടും വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായിട്ട് എഴുതേണ്ടത്. മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ മെസപ്പൊട്ടേമിയക്കാരുടെ പ്രധാന ലിപിയാണ് ക്യൂണിഫോം ലിപി. മെസപ്പൊട്ടേമിയയുടെ പ്രധാന ലിപിയാണ് ക്യൂണിഫോം ലിപി. ക്യൂണിഫോം മൺപ്രതലത്തിൽ കൂർത്ത തൂവലുകൊണ്ട് എഴുതിയിട്ട് അവർ ഇത് എഴുതിയിരിക്കുന്നത്. മൺപ്രതലത്തിൽ കൂർത്ത തൂവലുകൊണ്ട് അക്ഷരങ്ങൾ കോറിയിട്ട് അത് ചൂളയിൽ ചുട്ടെടുത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ക്യൂണിഫോം ലിപി നിർമ്മിക്കാറ്. മൺപ്രതലത്തിൽ കൂർത്ത തൂവൽ കൊണ്ടോ നാരായം കൊണ്ടോ അക്ഷരങ്ങൾ കോറിയിട്ടിട്ട് അത് ചൂളയിൽ ചുട്ടെടുത്താണ് മെസപ്പൊട്ടേമിയക്കാർ ക്യൂണിഫോം ലിപി നിർമ്മിക്കാറ്. ക്യൂണിഫോം ലിപിക്ക് ആപ്പിൻ്റെ ആകൃതിയാണ്. ക്യൂണിഫോം ലിപി മുകളിൽ നിന്ന് താഴേക്ക് കൂർത്തിരിക്കും. ഓരോ ക്യൂണിഫോം ലിപിയും മുകളിൽ നിന്ന് താഴേക്ക് കൂർത്തിരിക്കും. ഇത്രയാണ് നമ്മൾ ക്യൂണിഫോം ലിപിയെ കുറിച്ച് പഠിക്കേണ്ടത്. മെസപ്പൊട്ടേമിയക്കാരിലെ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം. മെസപ്പൊട്ടേമിയയിലെ ലിപിയാണ് ക്യൂണിഫോം. മെസപ്പൊട്ടേമിയയിലെ ലിപിൻ്റെ പേര് ക്യൂണിഫോം. മൺപ്രതലത്തിൽ കൂർത്ത തൂവൽ കൊണ്ടോ നാരായം കൊണ്ടോ അക്ഷരങ്ങൾ കോറിയിട്ട് അത് ചൂളയിൽ ചുട്ടെടുത്താണ് മെസപ്പൊട്ടേമിയക്കാർ ക്യൂണിഫോം ലിപി നിർമ്മിച്ചത്. ക്യൂണിഫോം ലിപിക്ക് ആപ്പിൻ്റെ ആകൃതിയാണ്. ക്യൂണിഫോം ലിപി മുകളിൽ നിന്ന് താഴേക്ക് കൂർത്തിരിക്കും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെസപ്പൊട്ടേമിയൻ ലിപിയെ കുറിച്ച് പഠിച്ചു. ക്യൂണിഫോം ലിപി ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂണിഫോം ലിപി പേജ് നമ്പർ 17 പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 17 പറയുന്നുണ്ട്. ക്യൂണിഫോം ലിപി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് പഠിച്ചാൽ നമ്മൾ ക്യൂണിഫോം ലിപിയിലെ മെസപ്പൊട്ടേമിയയിലെ പ്രധാന ലിപിയാണ് ക്യൂണിഫോം ലിപി. ക്യൂണിഫോം ലിപി എങ്ങനെ തയ്യാറാക്കാറ്? മൺപ്രതലത്തിൽ കൂർത്ത തൂവൽ കൊണ്ടോ നാരായം കൊണ്ടോ അക്ഷരങ്ങൾ കോറിയിട്ട് അത് ചൂളയിൽ ചുട്ടെടുത്താണ് മെസപ്പൊട്ടേമിയക്കാർ ക്യൂണിഫോം ലിപി നിർമ്മിക്കാറ്. ക്യൂണിഫോം ലിപിക്ക് ആപ്പിൻ്റെ ആകൃതിയായിരിക്കും.
ക്യൂണിഫോം ലിപി മുകളിൽ നിന്ന് താഴേക്ക് കൂർത്തിരിക്കും. ഇത്രയാണ് എന്ത് പഠിക്കുന്നത്, ക്യൂണിഫോം ലിപിയെക്കുറിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മെസപ്പൊട്ടേമിയ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചു, ക്യൂണിഫോം ലിപിയെക്കുറിച്ച് പഠിച്ചു. അടുത്തത് പഠിക്കാൻ പോകുന്നത് മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവന. ശാസ്ത്രരംഗത്തെ മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകളിൽ നമ്മൾ മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മെസപ്പൊട്ടോമിയക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പഠിക്കാം നമുക്ക്. ഗുണനം, ഹരണം, ക്ഷേത്രഗണിതം, വർഗ്ഗമൂലം, കൂട്ടുപലിശ എന്നിവ ആദ്യമായി രേഖപ്പെടുത്തിയത് മെസപ്പൊട്ടോമിയക്കാരാണ്. ഗുണനം, ഹരണം, ക്ഷേത്രഗണിതം, വർഗ്ഗമൂലം, കൂട്ടുപലിശ, ഇങ്ങനെ കണക്കുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ. ഗുണനം, ഹരണം, ക്ഷേത്രഗണിതം, വർഗ്ഗമൂലം, കൂട്ടുപലിശ തുടങ്ങിയ ആദ്യമായി കണക്കാക്കിയത് മെസപ്പൊട്ടോമിയക്കാരാണ്. ചന്ദ്രഗ്രഹണം ആദ്യമായിട്ട്, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാണ്? മെസപ്പൊട്ടോമിയക്കാരാണ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, കണക്കാക്കി തുടങ്ങിയത് മെസപ്പൊട്ടോമിയക്കാരാണ്. ഒരു വർഷത്തെ 12 മാസങ്ങളായും, ഒരു മാസത്തെ 4 ആഴ്ചകളായും, ഒരു ദിവസത്തെ 24 മണിക്കൂറായും, ഒരു മണിക്കൂറിന് 60 മിനിറ്റുകളായും തിരിച്ചിരുന്നത് മെസപ്പൊട്ടോമിയക്കാരാണ്. നമ്മൾ ഏറ്റവും അപ്പുറം തുടങ്ങാം. ഒരു വർഷത്തെ 12 മാസങ്ങളായും, ഇപ്പോൾ മാസങ്ങളായി. പിന്നെ ഒരു മാസത്തേക്ക് പോവാണ്. ഒരു മാസത്തെ 4 ആഴ്ചകളായും, പിന്നെ ഒരു ദിവസത്തെ നമ്മൾ 24 മണിക്കൂറായും, ഒരു മണിക്കൂറിന് 60 മിനിറ്റായിട്ടും ആദ്യമായി ചിത്രീകരിച്ചത് മെസപ്പൊട്ടോമിയക്കാരാണ്. ഒന്നുകൂടെ പറയാം. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ആദ്യമായി കണക്കാക്കി തുടങ്ങിയത് മെസപ്പൊട്ടോമിയക്കാരാണ്. ഗുണനം, ഹരണം, ക്ഷേത്രഗണിതം, വർഗ്ഗമൂലം, കൂട്ടുപലിശ. ഗുണനം, ഹരണം, ക്ഷേത്രഗണിതം, വർഗ്ഗമൂലം, കൂട്ടുപലിശ എന്നിവ ആദ്യമായി കണക്കാക്കി തുടങ്ങിയത് മെസപ്പൊട്ടോമിയക്കാരാണ്. ഒരു വർഷത്തെ 12 മാസങ്ങളായും, ഒരു മാസത്തെ 4 ആഴ്ചകളായും, ഒരു ദിവസത്തെ 24 മണിക്കൂറുകളായും, ഒരു മണിക്കൂറിന് 60 മിനിറ്റുകളായും ആദ്യമായി തരംതിരിച്ചത് മെസപ്പൊട്ടോമിയക്കാരാണ്. പിന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ആദ്യമായി രേഖപ്പെടുത്തിയത് മെസപ്പൊട്ടോമിയക്കാരാണ്. നക്ഷത്രങ്ങളെയും രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്ര സമൂഹങ്ങളെയും കുറിച്ചിട്ട് ആദ്യമായി അവരുടെ സ്ഥാനമൊക്കെ നിരീക്ഷിച്ചത് മെസപ്പൊട്ടോമിയക്കാരാണ്. നക്ഷത്രങ്ങളെയും രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്ര സമൂഹങ്ങളുടെയും സ്ഥാനം നിരീക്ഷിച്ചിട്ട് അവയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് മെസപ്പൊട്ടോമിയക്കാരാണ്. ഇതിനൊക്കെ മെസപ്പൊട്ടോമിയക്കാരെ സഹായിച്ചത് ക്യൂണിഫോം ലിപിയാണ്. അപ്പോൾ ക്യൂണിഫോം ലിപിയുടെ പ്രാധാന്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഈ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഈ ശാസ്ത്ര സംഭാവനകൾക്കൊക്കെ അവരെ പ്രേരിപ്പിച്ചത്, അവർക്ക് മുതൽക്കൂട്ടായത് ക്യൂണിഫോം ലിപിയാണ്. അപ്പോൾ അതൊക്കെ കണക്റ്റഡ് ആണ്. ക്യൂണിഫോം ലിപിയും മെസപ്പൊട്ടേമിയൻ സംസ്കാരവും ഈ സംഭാവനകളൊക്കെ കണക്റ്റഡ് ആണ്. ഓക്കെ, എന്തൊക്കെ സംഭാവനകൾ? ലോക ജനതയ്ക്ക് മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ എന്ന് പറഞ്ഞ് ഗുണനം, ഹരണം, ക്ഷേത്രഗണിതം, വർഗ്ഗമൂലം, കൂട്ടുപലിശ എന്നിവ ആദ്യമായി രേഖപ്പെടുത്തി തുടങ്ങിയത് മെസപ്പൊട്ടോമിയക്കാരാണ്. ഒരു വർഷത്തെ 12 മാസങ്ങളായും, ഒരു മാസത്തെ 4 ആഴ്ചകളായും, ഒരു ദിവസത്തെ 24 മണിക്കൂറുകളായും, ഒരു മണിക്കൂറിന് 60 മിനിറ്റുകളായിട്ടും ആദ്യമായി തരംതിരിച്ചത് മെസപ്പൊട്ടോമിയക്കാരാണ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ആദ്യമായി രേഖപ്പെടുത്തി തുടങ്ങിയത് മെസപ്പൊട്ടോമിയക്കാരാണ്. പിന്നെ നക്ഷത്രങ്ങളെയും രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്ര സമൂഹങ്ങളുടെയൊക്കെ സ്ഥാനം നിരീക്ഷിച്ച് അവയെ രേഖപ്പെടുത്തി തുടങ്ങിയത് മെസപ്പൊട്ടോമിയക്കാരാണ്. ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും മെസപ്പൊട്ടോമിയക്കാരെ സഹായിച്ചത് അവരുടെ ലിപിയായ ക്യൂണിഫോം ലിപിയാണ്. അപ്പോൾ നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. മെസപ്പൊട്ടോമിയക്കാരെ കുറിച്ച് പഠിച്ചു, ക്യൂണിഫോം ലിപി പഠിച്ചു. ഇനി അടുത്തൊരു ചോദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്സ്, ഹോമോ സാപ്പിയൻസ് ആണ്. ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്സ്, ഹോമോ സാപ്പിയൻസ്. അവിടെ നമ്മുടെ ക്ലാസ്സിൽ മുൻ ക്ലാസ്സിൽ പറഞ്ഞതാണിത്. പേജ് നമ്പർ 11 ആ പട്ടിക. ഹോമോയുടെ വിഭാഗങ്ങളാണ് ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്സ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഇറക്സ് നിവർന്ന് നടക്കുന്ന ആൾ. ഇറക്സിലെ റായും നിവർന്നിൻ്റെ റായും മാച്ച് ചെയ്ത് അവിടെ നിന്നുള്ളത്. ഹോമോ ഇറക്സ് എന്താണ്? നിവർന്ന് നടക്കുന്ന ആളാണ് ആര്? ഹോമോ ഇറക്സ്. ഹോമോ സാപ്പിയൻസ് പറഞ്ഞ ആരാണ്? വിവേകിയായ മനുഷ്യൻ. സായിപ്പിന് ഓർത്താൽ മതി. ഹോമോ സാപ്പിയൻസ് ആണ് എന്ത്? വിവേകിയായ മനുഷ്യൻ. അതുപോലെ ഹോമോ ഹബിലിസ് പറഞ്ഞാൽ ഉപകരണ നിർമ്മാതാവാണ്. അപ്പോൾ ഈ 3 ആളുകൾ തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെ? ഉപകരണ നിർമ്മാതാവ് ഹോമോ ഹബിലിസ് ആയിരിക്കും. നിവർന്ന് നടക്കുന്ന ആൾ ഹോമോ ഇറക്സ് ആണ്. ഇറക്സ് നിവർന്നിൻ്റെ നിവർന്നിൻ്റെ അതുപോലെ ഇറക്സിൻ്റെ റ, അങ്ങനെ നമ്മൾ ഒരുപാട് കേട്ട് മനസ്സിലാക്കി അവിടെ നിന്നോളും. ഹോമോ ഇറക്സ് ആരാണ്? നിവർന്ന് നടക്കുന്ന ആൾക്ക് വിളിക്കുന്ന പേരാണ് ഹോമോ ഇറക്സ്. പിന്നെ ഹോമോ സാപ്പിയൻസ് എന്താണ്?
ശാസ്ത്രീയമായ അല്ലെ വിവേകിയായ മനുഷ്യൻ. ഹോമോസാപ്പിയൻസ് എന്താണ്? വിവേകിയായ മനുഷ്യനെ വിളിക്കുന്ന പേരാണ് ഹോമോസാപ്പിയൻസ്. അപ്പം 3 തരംതിരിവ് പഠിച്ചു നമ്മൾ. ഏതൊക്കെയാണ്? ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്സ്, ഹോമോസാപ്പിയൻസ്. ഒന്ന് പറഞ്ഞേ. ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്സ്, ഹോമോസാപ്പിയൻസ്. പേജ് നമ്പർ 11 ഹബിലിസ് എന്താണ്? ഉപകരണ നിർമ്മാതാവിന് വിളിക്കുന്ന പേരാണ് ഹോമോ ഹബിലിസ്. ഹോമോ ഇറക്സ് എന്താണ്? നിവർന്ന് നടക്കുന്ന ആൾ വിളിക്കുന്ന പേരാണ് ഹോമോ ഇറക്സ്. ഹോമോസാപ്പിയൻസ് എന്താണ്? വിവേകിയായ മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യനെ, വിവേകിയായ മനുഷ്യനെ വിളിക്കുന്ന പേരാണ് ഹോമോസാപ്പിയൻസ്. ഞാൻ പറഞ്ഞു, സാഹിബിനെ ഓർക്കാൻ വേണ്ടി പറഞ്ഞു. നിവർന്ന് നടക്കുന്ന ആൾക്ക് വിളിക്കുന്ന പേരാണ് ഹോമോ ഇറക്സ്. ആ നിവർന്നിൻ്റെ ഇറും ഇറക്സിൻ്റെ ഇറും മാച്ച് ചെയ്ത് വെച്ചാൽ നിന്നോളത്. നിവർന്ന് നടക്കുന്ന ആൾക്ക് വിളിക്കുന്ന പേരാണ് ഹോമോ ഇറക്സ്. അതുപോലെ ഉപകരണ നിർമ്മാതാവ് വിളിക്കുന്ന പേരാണ് ഉപകരണ നിർമ്മാതാവാണ് ഹോമോ ഹബിലിസ്. ഇത്രയാണ് നമ്മളിന്ന്. ഇത് എക്സാമിന് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമ്മൾ വേറെ ചോദ്യത്തിലേക്ക് പോകുന്നു. എന്താണ് നരവംശശാസ്ത്രം? നരവംശശാസ്ത്രം ചോദിക്കാം. മനുഷ്യ സംസ്കാരത്തെയും പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെയും കുറിച്ചും ആ കാലത്തെ നേടിയ വിവിധ പുരോഗതിയെക്കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നരവംശശാസ്ത്രം. മനുഷ്യ സംസ്കാരത്തെയും പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെയും ആ കാലത്ത് നേടിയ വിവിധ പുരോഗതികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരാണ് നരവംശശാസ്ത്രം. പേജ് നമ്പർ 13 മനസ്സിലാക്കി പഠിക്കണം. മനുഷ്യ സംസ്കാരത്തെയും പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. ഈ മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളിലേക്ക് പിന്നെ ആ കാലത്ത് നേടിയ വിവിധ പുരോഗതികളുണ്ട്. ആ കാലത്ത് നടന്ന വിവിധ പുരോഗതികളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാഖയാണെന്ത്? നരവംശശാസ്ത്രം. നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ, അതുപോലെ ഫ്രാൻസിലെ ലെസ്കോ ഷോവെ ഗുഹ. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ, ഫ്രാൻസിലെ ലെസ്കോ ഷോവെ ഗുഹകൾ. ഇപ്പോൾ നമ്മൾ ഒരു 3-4 ഗുഹയുടെ പേരിവിടെ പഠിക്കുകയാണ്. സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ. അപ്പോൾ എവിടെയാണ് അൾട്ടാമിറ ഗുഹ? എവിടെയാണ്? സ്പെയിനാണ്. സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ. അതുപോലെ ഫ്രാൻസിലെ ഗുഹേൻ്റെ പേരെന്താണ്? ലെസ്കോ ഷോവെ. ഫ്രാൻസിലെ ഗുഹേൻ്റെ പേരാണ് ലെസ്കോ ഷോവെ. അപ്പോൾ സ്പെയിനിലെ അൾട്ടാമിറ ഗുഹയിൽ നിന്നും ഫ്രാൻസിലെ ലെസ്കോ ഷോവ ഗുഹയിൽ നിന്നുമാണ് നിരവധി ഗുഹാചിത്രങ്ങൾ ലഭിച്ചത്. അപ്പോൾ നമ്മൾ ഗുഹാചിത്രങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടെ? ഈ സ്പെയിനിലെ അൾട്ടാമിറ ഗുഹയിൽ നിന്നും ഫ്രാൻസിലെ ലെസ്കോ ഷോവെ ഗുഹയിൽ നിന്നും ലഭിച്ചു നമുക്ക് ആദ്യം മനുഷ്യൻ നിർമ്മിച്ച ഗുഹാചിത്രങ്ങൾ. അപ്പോൾ ഗുഹാചിത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെ പറഞ്ഞ 3 ഗുഹകൾ ഏതൊക്കെയാണ്? സ്പെയിനിലെ അൾട്ടാമിറ ഗുഹ, അതുപോലെ ഫ്രാൻസിലെ ലെസ്കോ ഷോവെ. ഫ്രാൻസിലെ ലെസ്കോ ഷോവെ ഗുഹകളൊക്കെ എന്തിന് ഉദാഹരണമാണ്? പറഞ്ഞല്ലോ ഇവിടെ, ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയതിന് ഉദാഹരണമാണ്. ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ഈ ഇത്രയും ഗുഹകളിൽ നിന്നാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രാധാന്യം. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നത് നമ്മൾ. ഈ പാഠത്തെ മറ്റു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം വന്നിട്ടില്ല ചോദിക്കുന്ന ചോദ്യമാണ്. ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകൾ. ഈ പാഠത്തിലെ മറ്റു പ്രധാനപ്പെട്ട സാധനമാണ് ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകൾ. ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകൾ. ഇവിടെ ഇന്നൊക്കെ ഭൂമിയിലെ മനുഷ്യൻ്റെ ആവിർഭാവം ഉണ്ടായിട്ട് 36 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ മനുഷ്യൻ്റെ ആവിർഭാവം ഉണ്ടായത്. ഇന്നൊക്കെ 36 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ മനുഷ്യൻ്റെ ആവിർഭാവം ഉണ്ടായത്. ആദ്യകാല മനുഷ്യനെ വിളിക്കുന്ന പേരാണ് പ്രൈമേറ്റുകൾ. ആദ്യകാല മനുഷ്യനെ വിളിക്കുന്ന പേര് പ്രൈമേറ്റുകൾ എന്നാണ്. അങ്ങനെ പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകളാണ്. ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ട് പഠിക്കണം. അത് പേജ് നമ്പർ 18 ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകൾ. നമ്മൾ മനസ്സിലാക്കി പഠിക്കുക, സിമ്പിളായിട്ട് പഠിക്കാം. 13 തുടങ്ങിയിട്ടുണ്ട്. ഒരു 15, 10, 12 വരെയായിട്ട് ഇങ്ങനെ പോയിന്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കാം. ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകൾ വേട്ടയാടിയും ചത്ത ജീവികളുടെ മാംസമെടുത്തുമാണ് മത്സ്യബന്ധനം നടത്തിയുമാണ് ആദിമ മനുഷ്യൻ ഭക്ഷണം നേടിയിരുന്നത്. എങ്ങനെയൊക്കെയാണ്? വേട്ടയാടിയും ചത്ത ജീവികളുടെ മാംസമെടുത്തും മത്സ്യബന്ധനം നടത്തിയുമാണ് ആദിമ മനുഷ്യൻ ഭക്ഷണം നേടിയിരുന്നത്. വിത്തുകൾ, കുരുകൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ്
ആദിമ മനുഷ്യൻ്റെ ഭക്ഷണം ആദിമ മനുഷ്യനെ ശേഖരിച്ച് ഭക്ഷിച്ചിരുന്നത് എന്തൊക്കെയാണ്? വിത്തുകൾ, കുരുക്കൾ, കിഴങ്ങുകൾ, പഴങ്ങൾ തുടങ്ങിയവയാണ് ആദിമ മനുഷ്യൻ ശേഖരിച്ച് ഭക്ഷിച്ചിരുന്നത്. പിന്നെ അവരുടെ പ്രധാന ജോലി എന്താണ്? വേട്ടയാടിയും ചത്ത ജീവികളുടെ മാംസം എടുത്തും മത്സ്യബന്ധനം നടത്തിയുമാണ് ആദിമ മനുഷ്യന് ഭക്ഷണം നേടിയിരുന്നത്. പിന്നെ എന്തൊക്കെയാണ്? വിത്തുകൾ, കുരുക്കൾ, കിഴങ്ങുകൾ, പഴങ്ങൾ തുടങ്ങിയവ ശേഖരിച്ച് അവരെന്ത് ചെയ്യുന്നു? ഭക്ഷിച്ചിരുന്നു. ആദിമ മനുഷ്യൻ. പിന്നെ ആദിമ മനുഷ്യന് കൂടുതൽ സമയം ഗുഹക്കുള്ളിലാണ് ചെലവഴിച്ചിരുന്നത്. ആദിമ മനുഷ്യനെ ഇവിടെ പറയേണ്ട ആദ്യം മരച്ചില്ലകളിലും പിന്നീട് ഗുഹകളിലേക്കാണ് അവൻ്റെ താമസം മാറ്റിയത്. ആദിമ മനുഷ്യൻ ആദ്യം മരച്ചില്ലകളിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. പിന്നീട് എവിടേക്ക് താമസം മാറ്റി? ഗുഹകളിലേക്ക്. ഗുഹകളിൽ അവൻ എന്ത് ഉപയോഗിച്ചിരുന്നു? തീ ഉപയോഗിച്ചിരുന്നു. ആദിമ മനുഷ്യൻ തീ ഉപയോഗിച്ചിരുന്നു. എന്തിനാണ് തീ ഉപയോഗിച്ചത്? തീ ഗുഹക്കുള്ളിൽ പ്രകാശം കൊണ്ടുവരാനും ചൂട് കൊണ്ടുവരാനും ഒക്കെ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നു? തീ ഉപയോഗിച്ചു. ആദിമ മനുഷ്യന് ഗുഹകളിൽ തീ ഉപയോഗിച്ചിരുന്നു. തീ ഗുഹക്കുള്ളിൽ പ്രകാശവും ചൂടും നൽകി. അതോടൊപ്പം തന്നെ ഭക്ഷണം പാകം ചെയ്യാനും തീ ആദിമ മനുഷ്യനെ സഹായിച്ചു. പിന്നെ വന്യജീവികളെ ആട്ടി ഓടിക്കാനും എന്ത് ചെയ്യുന്നു? ആദിമ മനുഷ്യൻ തീ ഉപയോഗിച്ചിരുന്നു. വന്യജീവികളെ ആട്ടി ഓടിക്കാനും ആദിമ മനുഷ്യൻ തീ ഉപയോഗിച്ചിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദിമ മനുഷ്യൻ്റെ പ്രത്യേകതകളൊക്കെയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദിമ മനുഷ്യൻ്റെ പ്രധാന ജോലി എന്തായിരുന്നു? ആദിമ മനുഷ്യൻ്റെ പ്രധാന ജോലി ഇവിടെ പറയുന്നുണ്ട്. പേജ് നമ്പർ 11 വേട്ടയാടിയും ചത്ത ജീവികളുടെ മാംസം എടുത്തും മത്സ്യബന്ധനം നടത്തിയുമാണ് ആദിമ മനുഷ്യൻ ഭക്ഷണം നേടിയിരുന്നത്. വേട്ടയാടിയും ചത്ത ജീവികളുടെ മാംസം എടുത്തും മത്സ്യബന്ധനം നടത്തിയുമാണ് ആദിമ മനുഷ്യൻ ഭക്ഷണം നേടിയിരുന്നത്. പിന്നെ വിത്തുകൾ, കുരുക്കൾ, കിഴങ്ങുകൾ, പഴങ്ങൾ തുടങ്ങിയവ ശേഖരിച്ച് ഭക്ഷിച്ചിരുന്നു. പിന്നെ ആദിമ മനുഷ്യന് കൂടുതൽ സമയം ചെലവഴിച്ചത് മരച്ചില്ലകളിലാണ്. പിന്നീടാണ് അവൻ്റെ താമസം ഗുഹകളിലേക്ക് മാറ്റുന്നത്. ആദിമ മനുഷ്യന് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് മരച്ചില്ലകളിലെ മേലാണ്. പിന്നീട് അവൻ്റെ താമസം എവിടേക്ക് മാറ്റിയത്? ഗുഹകളിലേക്ക് മാറ്റിയത്. അവിടെ പറഞ്ഞു ആദിമ മനുഷ്യൻ ഗുഹക്കുള്ളിൽ തീ ഉപയോഗിച്ചിരുന്നു. ആദിമ മനുഷ്യന് തീ ഉപയോഗിച്ചിരുന്നു. എന്തിനാണ് തീ ഉപയോഗിച്ചത്? തീ ഗുഹക്കുള്ളിൽ പ്രകാശവും ചൂടും നൽകി. അതുപോലെ ഭക്ഷണം പാകം ചെയ്യാൻ തീ സഹായിച്ചു. പിന്നെ പറഞ്ഞ എന്താണ്? ഇവിടെ പറഞ്ഞു വന്യമൃഗങ്ങളെ ആട്ടി ഓടിക്കാൻ തീ സഹായിച്ചു. ഭക്ഷണം പാകം ചെയ്യാൻ തീ സഹായിച്ചു. ഗുഹക്കുള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ പ്രകാശം കൊണ്ടുവരാനും ചൂട് കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യുന്നത്? ആദ്യം മനുഷ്യനെ തീ സഹായിച്ചു. അപ്പോൾ ആ തീയുടെ പ്രത്യേകതകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം. ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ 12 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാവുന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ടിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററുകളാണ്, ഏതൊക്കെ വിഷയങ്ങളുടെ ക്ലാസ്സുകളാണ് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതെങ്കിൽ അതൊന്നുകൂടെ പറഞ്ഞാൽ ആ ക്ലാസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാമായിരുന്നു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നു? ആ ക്ലാസ് എടുക്കാമായിരുന്നു. ഏതെങ്കിലും വിഷയത്തിൻ്റെ, ഏതെങ്കിലും പാഠത്തിൻ്റെ, ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും പ്രോത്സാഹനവുമാണ് വീണ്ടും ക്ലാസ് എടുക്കാനുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നാളെ മറ്റൊരു വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസ്സുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.